एक चाय ला। मेरा नाम हरी है। हाँ, तुम मुझे हरी अन्ना बोल सकते हो। जानता हूँ रे, तेरा नाम क्या है? हरी है। चल बैठ, देखो। ये छपरी, एक पानी कम चाय मलाई मार के लेके चल। देखो किरण अंगे। उसको क्या पूछ रहा है रे? मेरे को पूछना, मेरे को। वो देख उधर। ये उठना नहीं। இங்கிருந்து நீ கொஞ்சம் அசஞ்சினா அந்த டாக்ஸி போயிடும். அப்புறம் எந்த காலத்துல நீ அவளை பார்க்க முடியாது. ഞാൻ എന്താ വേണ്ടത്? ए शाने, तेरे जैसा गुंडा ना बम्बई में बहुत घूमता है क्या? लेकिन उन सबका बाप यानी तेरे भाषा में क्या बोलता है? तंदा ना, वो मैं है अमर बखिया। साला जो अपन से लड़ता है ना, साला कुत्ते की मौत मारा जाता है, समझा क्या? നമ്മൾ വന്നത് ഒരു ഒത്തുതീർപ്പിനാണ്, വഴക്കിടാനല്ല. அந்த காம்ப்ரமைஸை தான் நான் சொல்ல போறேன். எங்களுக்கு காது குத்தி நீ ஜெயிச்சிடலாம்னு நினைக்காத. இந்த பேப்பர்ல கையெழுத்து போடு. எதுக்கு? பாக்கியா சொல்றபடி நீ கேட்டீன்னா எந்த தொந்தரவும் இல்லாம அந்த ஸ்ட்ரீட்டுக்கு நீ தாதாவா இருக்கலாம். इसका मतलब है कि मैं इसका पालतू कुत्ता हूँ। जा जा, किसी और का ढूंढ। रे तू जा, साला किसी और लड़की को ढूंढ। शादी कर साला उसके साथ। ये लड़की को तू आखिरी बार जिंदा देख रहा है, समझा क्या है? ए हरियाणा, साला ये जो तेरा और मेरा दोस्त है ना, साला उसके तोहफे में इस लड़की का नंगी लाश तेरे पास भेजूंगा, समझा क्या? हिलना नहीं, बाहर निकल। चल हट। സിറ്റിയിൽ മുഴുവൻ അവർ ഹരിയാണനെ തിരയുന്നുണ്ട്. എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ച് ID പോലീസുകാരാണ്. കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ക്യാപ്റ്റന് ഈ സമയത്ത് ഇവിടെ കപ്പൽ ഇറങ്ങാൻ തോന്നിയത് ഭാഗ്യമായി. അയാൾ കൊണ്ടുപോകാൻ ഏറ്റ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. ഗൾഫിലേക്ക് കടന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. എത്രയോ പേർ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചത്താൽ ഇവിടെ കിടന്ന് ചാവും. അങ്ങനെ പറയരുത്. ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ്. അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു. പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി. എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെ. എല്ലാം ഉണ്ടാവും. കിരണിനെ കൂടെ കൂട്ടിക്കൂടെ? ഒരു വിവാഹം, ഒരു കുടുംബം, ഈ സ്വപ്നങ്ങളെല്ലാം
എല്ലാ മനുഷ്യർക്കും ഇല്ലേ? എല്ലാം നശിച്ചൊരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു, അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു, മലയാളം പഠിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്കും അറിയേണ്ടത്. മുസ്തഫ, ഇതാ പൂജിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അനുവാദം മാത്രം മതി. വേണ്ട. എന്താ നീ പറയുന്നത്? വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു. ദേവദാസിയാണ് ഞാൻ. എനിക്ക് താലി വാഴില്ല. എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത്. ഒരിക്കൽ എന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുത്തു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല, ഭർത്താവ് പാടില്ല. മതി. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ്. നീ ഒപ്പം ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അനുവദിക്കണം. എൻ്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. നല്ലതേ വരൂ കുട്ടി, നല്ലതേ വരൂ. ഷിപ്പിന് തുറമുഖം വിടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത്. കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും. സ്ഥലം മണിക്കറിയാം. മണി, എൻ്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് നീ അതിങ്ങ് കൊണ്ടുവാ. പ്രിയപ്പെട്ട ഹരിയേട്ടൻ, എൻ്റെ കാര്യത്തിൽ ഏട്ടൻ ഇനിയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. എളിയ നിലയിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് പണവും പദവിയും ഉണ്ടാവുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കാനിടയില്ല. മനുഷ്യ സ്വഭാവമാണിത്. കുറ്റപ്പെടുത്തേണ്ടത് എൻ്റെ വിധിയാണ്. എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഒരു അപമാനമായി ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ. പോകുന്നു. രാധ. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങളെന്നോ അമ്മയെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? നീ എന്താ താമസിച്ച? അല്പം വളഞ്ഞ വഴിയാ വന്നത്. ആരും ശ്രദ്ധിക്കണ്ടെന്ന് കരുതി. പെട്ടിങ്ങ. നീ വാ. ഈ പണം നിനക്കുള്ളതാണ്. ഇത് വെച്ച് പെങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം. ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും ഉണ്ടാവും. നീയെങ്കിലും രക്ഷപ്പെടണം. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എവിടെ പോയാലും ഹരിയേട്ടൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം. പോകാം, സമയമായി. വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം.
ബോട്ട് അപ്പുറത്ത് വരും. നടന്നോളൂ, സമയമായിട്ടില്ല. ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു. അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു. സാധിച്ചില്ല. പിരിയുന്ന ഈ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. രാധ മരിക്കാൻ കാരണം ശേഖറാണ്. അവർ തമ്മിൽ സ്നേഹമായി. അവൾ അവനെ വിശ്വസിച്ചു. പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു. സത്യം നീ അറിഞ്ഞാൽ, എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീയും കൂടെ നഷ്ടമാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം വിളിച്ചു വെച്ചത്. ശേഖരെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ്. അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, ഒറ്റ കൊടുത്തു. നീ എന്തായി പറയുന്നത്? നീ രക്ഷപ്പെടുന്ന വിവരം ഞാൻ പോലീസിനെ അറിയിച്ചു.